നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം എന്നത് ഇപ്പോൾ വലിയൊരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ അത്താണിയാണ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. ഒരു തരത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഈ വിഷയത്തിലുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലാളികളായിട്ടുള്ളത് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ് എന്നുള്ളത്. ഒരു കട അടച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് ആ കട അടച്ചിടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന ഇന്ധന പ്രതിസന്ധിയോ ഗ്യാസ് കിട്ടാത്തതോ അതൊന്നുമല്ല വിഷയം. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ കടയിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളി 2 മാസത്തേക്ക് ലീവിന് പോയത് കൊണ്ട് അവിടെ ജോലിക്ക് ആളെ കിട്ടാത്തത് കൊണ്ടാണ് ആ കട അടച്ചിടുന്നത് എന്ന് മറുപടി പറയുന്ന കട ഉടമകളുള്ള നാടാണ് കേരളം. ഈ തരത്തിൽ കേരളത്തെ ഇന്ന് വലിയൊരു സമൂഹം ആശ്രയിച്ചു നിൽക്കുന്നുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർ, അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വന്ന് പഠിക്കുന്നവർ, ഇങ്ങനെയുള്ള എണ്ണങ്ങൾ പെരുകുമ്പോൾ അതോടൊപ്പം തന്നെ ചില നെഗറ്റീവ് ഇമ്പാക്റ്റും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഇത്തരം അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ക്രൈം റെക്കോർഡുകളും ഇതേ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. അതായത് ഒരു ഹോം സ്റ്റേയിൽ ഒരു ലേഡി മരണപ്പെട്ടു, അതായത് കൊല ചെയ്യപ്പെട്ടു എന്ന നിലയിൽ വന്ന സംഭവം. ഇത് മലയാളി അല്ലാത്തത് കൊണ്ടും നടന്നത് കേരളത്തിലായതുകൊണ്ടും ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇവരെക്കുറിച്ചുള്ള സംസാരമോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള ചർച്ചകളോ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് അവിടെ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് ഈ യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ യുവതിയെ വലയിലാക്കിയതാകട്ടെ കേരളത്തിൽ തന്നെയുള്ള ചില ആളുകളാണ് എന്നുള്ളതാണ് അതിനേക്കാൾ ദുസ്സഹമായിട്ടുള്ള വാർത്ത. അതായത് കോഴിക്കോട് നന്ദി ഹിൽസിലെ ഹോം സ്റ്റേയിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന യുവതിയുടെ മരണത്തിന് കാരണം കേരളത്തിലെ ഒരു മലയാളിയാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സംഭവത്തിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരു ജയനഗർ സ്വദേശിയായിട്ടുള്ള സായി സുരഭി എന്ന് പറയുന്ന 26-കാരിയാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. യുവതിയുടെ മൃതദേഹത്തിനൊപ്പം മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സജിത്ത് അലി എന്ന് പറയുന്ന 25 വയസ്സുകാരനാണെന്ന് പോലീസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സജിത്ത് നിരന്തരമായി മയക്കുമരുന്ന് നൽകി സുരഭിയെ ലഹരിക്ക് അടിമയാക്കിയാണ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകം നടത്തിയതെന്നതടക്കമുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇയാൾ ബാംഗ്ലൂരുവിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. തിങ്കളാഴ്ചയാണ് ഹോം സ്റ്റേയിൽ സായി സുരഭിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ കയർ ചുറ്റിയ നിലയിൽ കുരുങ്ങി കിടക്കുന്ന നിലയിലായിരുന്നു കട്ടിലിൽ ആ പെൺകുട്ടിയുടെ മൃതദേഹം. തൊട്ടടുത്തായി അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സജിത്ത് അലിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. മുറിയിൽ നിന്ന് നിരവധി ഉറക്ക ഗുളികകളും ഒരു ഡയറിയും പോലീസ് കണ്ടെടുത്തതായാണ് വിവരം. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അതോ ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ പോലീസിനുണ്ട്. 3 ദിവസം മുൻപാണ് സജിത്ത് അലി ഇവിടെ മുറിയെടുക്കുന്നത്. പിന്നീട് സായി സുരഭിയും അവിടേക്ക് എത്തുകയായിരുന്നു. തിങ്കളാഴ്ച മുറി ഒഴിയുമെന്നാണ് ഇവർ അവിടുത്തെ ആളുകളോട് പറഞ്ഞത്. പക്ഷേ എന്നാൽ അവർ അവിടെ നിന്ന് മുറി ഒഴിഞ്ഞില്ല. ഇതിൽ സംശയം തോന്നിയിട്ടാണ് ഈ പറയുന്ന മുറി ഒഴിയും എന്ന് പറയുന്ന സമയം കഴിഞ്ഞിട്ടും വരാതിരുന്നതിന്റെ സംശയം തോന്നിയതിനു ശേഷമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ 2 പേരെയും പുറത്തു കാണാതായതോടെ ജീവനക്കാർ അവിടത്തേക്ക് ആ റൂമിലേക്ക് പോകുന്നതും പരിശോധനകൾ നടത്തുന്നതും. ഈ പരിശോധനയിലാണ് മുറിയിൽ യുവതിയെ കട്ടിലിനോട് ചേർന്ന് കിടക്കുന്ന നിലയിൽ മരിച്ച നിലയിലും യുവാവിനെ അബോധാവസ്ഥയിലും കണ്ടെത്തുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇവർ പോലീസിനെ വിളിച്ച് കാര്യം അറിയിച്ചു. കോളേജ് പഠനകാലത്താണ് ഈ പറയുന്ന സായി സുരഭിയും സഞ്ജിത്ത് അലിയും പ്രണയത്തിലായത് എന്നുള്ളതാണ് സൂചനകൾ. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും വീട്ടുകാർ എതിർത്തതോടെ സുരഭി വീട് വിട്ടിറങ്ങി സജിത്തിനൊപ്പം താമസം തുടങ്ങിയതാണ് സൂചന. വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പിന്നീട് യുവതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ പരാതി നൽകി അന്വേഷണം നടത്തിയിരുന്നെങ്കിലും യുവതി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അയാൾ സുജിത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിലായിരുന്നു ഈ കുടുംബം. സുരഭി തന്നെ ആ കാര്യം ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരുമിച്ച് താമസിക്കുന്നതിനിടെ സജിത്ത് സുരഭിയെ നിരന്തരമായി അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പരിക്കേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും കുടുംബം പുറത്തുവിടുന്നുണ്ട്.
സജിത്ത് നിരന്തരം മയക്കുമരുന്ന് നൽകി സുരഭിയെ ലഹരിക്ക് അടിമയാക്കിയതായും പരാതികൾ പുറത്തേക്ക് വരുന്നു. അടുത്തിടെ ഒരു ലഹരി പാർട്ടിക്കിടെ മയക്കുമരുന്നുമായി ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. NDPS നിയമപ്രകാരം ജയിലിലായ ഇവരെ സുരഭിയുടെ കുടുംബാംഗങ്ങളാണ് ജാമ്യത്തിലിറക്കിയത്. ഇതേ തുടർന്ന് യുവതിയെ മൈസൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലാക്കുകയടക്കം ചെയ്തിരുന്നു. 6 മാസത്തിനു ശേഷം ചികിത്സയ്ക്ക് ശേഷമാണ് ബാംഗ്ലൂരുവിൽ തിരിച്ചെത്തിയ സുരഭി അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങുന്നത്. അവിടെ നിന്ന് ആഴ്ചകൾക്ക് മുൻപ് സുരഭി ഫിസിയോതെറാപ്പിസ്റ്റായി പുതിയ ആശുപത്രിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ചിക്കബെല്ലാരൂരിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ക്യാമ്പസിലേക്ക് ജോലി ആവശ്യത്തിനായിട്ട് സുരഭി എത്തി. വിവരമറിഞ്ഞ് സജിത്തും അവിടെ എത്തി എന്നാണ് സൂചന. അങ്ങനെ നന്ദി ഹിൽസിലെ ഹോം സ്റ്റേയിൽ മുറിയെടുത്ത ശേഷം ഇയാൾ സുരഭിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നെന്ന് പോലീസും പറയുന്നു. 3 ദിവസത്തോളം ഇരുവരും അവിടെ താമസിച്ചെന്നാണ് വിവരം. യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൃത്യമായ മരണകാരണം എന്താണ് എന്ന് വ്യക്തമാകുകയുള്ളൂ എങ്കിലും ഈ മരണത്തിന് ഈ യുവാവിനും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം സ്ഥിരീകരണമാകുന്നുണ്ട്. എന്തായാലും അബോധ അവസ്ഥയിലായിട്ടുള്ള യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്.